ഇവിടെ വെള്ളം കിട്ടുമായിരിക്കും, ചോദിച്ചു നോക്ക്. ബഷീർക്കോ ഇവരൊക്കെ ആരാ? നമ്മൾ ആദരനെ ചങ്ങായിച്ചതാ. ഓഹോ ചേട്ടാ സോഡ ഉണ്ടോ? അയ്യോ സോഡ ഒന്നും ഇല്ലല്ലോ മോളെ. ഇങ്ങോട്ട്. ഇത് എന്തൊരു നാടാ ഇത്? ചേട്ടാ ഇതാണോ നമ്മുടെ ആതിരയുടെ വീട്? ഇതാണ് നിങ്ങൾ പറഞ്ഞ ആതിരന്റെ വീട്. ഉമ്മർത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? എവിടെ പോയി? ആതിര, എനിക്ക് കുറച്ച് വിരുന്നാരുണ്ട്. അപ്പളേ ഞാൻ വിടട്ടെ, ഇല്ലെങ്കിൽ എന്റെ കഞ്ഞൂടി മുട്ടും. മൊബൈൽ ഇവിടെ. ചേട്ടാ പോകുന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം. വാ. ഇപ്പൊ സെൽഫി എടുത്താലേ മീൻ മണക്കും, നമുക്ക് പിന്നെ എടുക്കാം. ചേട്ടാ സ്റ്റുഡൻസ് വിത്ത് ഫിഷർമാൻ ഒരു ക്യാപ്ഷൻ കണ്ടു. അപ്പൊ ശരി ബഷീർക്ക, എടുത്തോളാം. അവനൊരു ചമ്മന മണക്കുന്നുണ്ടോ? ആതിരേ ഒന്ന് കിടക്കട്ടെ. ആരുമില്ലേ? എടാ വാ ഇരിക്ക്. ദേ അവള് വെള്ളം കിട്ടാഞ്ഞിട്ട് കിണറ്റി ചേരാൻ പോട്ടാ. ചാടുവോ? ആതിരേ, ആതിരക്കിനെ മനസ്സിലായ? ഇല്ല. ഗൗതം FB ഫ്രണ്ട്. ഹലോ പേര് നാളെ നമുക്ക് പിന്നെ പറയാം. ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം തട്ടാ. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എടുത്തോട്ടാ. ശരി. അമ്മമ്മേ, എന്താ മോളെ? കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. ആ കിണറ്റിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇല്ല. വെറും നിലത്തിരിക്കാതെ അകത്ത് കയറി ഇരിക്കും മക്കളെ. ഞാനത് മറന്നു. മക്കളൊക്കെ എവിടെന്നാ വരണേ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ മുത്തശ്ശി. ആണോ? ആ വെള്ളം കിട്ടാമ്മ. ഞാൻ കുടിച്ചു കഴിഞ്ഞില്ല. തോടാം മതി. ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടാവും. നന്ദിനിക്കുട്ടി ഒരുപാട് കുഴപ്പമുണ്ടാക്കിയല്ലേ? വിശേഷങ്ങളെല്ലാം പിന്നെ FB കണ്ടു കാണുമല്ലോ അല്ലേ? ആതിര, എങ്ങനെയാ പശു ഞങ്ങളുടെ കോളേജിൽ എത്തിയത്? വേനലിലും നിറഞ്ഞൊഴുകിയിരുന്ന കാലിക്കടവ് പുഴ, ആ പുഴയുടെ ദാനം പോലെ ഫലസമ്പുഷ്ടമായ മണ്ണ്. സംതൃപ്തിയോടെ ജീവിതം നയിച്ചവരായിരുന്നു ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും. അനത്തലയോളം വെണ്ണ തരാമടാ ആനന്ദ ശ്രീകൃഷ്ണ. ലക്ഷ്മിക്കുട്ടി അനങ്ങാൻ നിക്കട്ടോ, ഇങ്ങ് പോരട്ടെ ഇങ്ങോട്ടാ. പിന്നില്ലേ സോമേട്ടാ, ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മാല? ആ മാല എനിക്ക് മേടിച്ചു തരണോട്ടോ. മേടിച്ചു തരാടി, സ്വർണ്ണമല്ല ഈ ഒഴുകി വരുന്നത്. നമ്മുടെ കാമതേന് കുഴപ്പം എന്തിനാടി പേടിക്കുന്നത്? ഒഴിച്ചോ, നിറഞ്ഞങ്ങ് കവിയട്ടെ. എടീ, ഇങ്ങനെ പോയ ഒരു 100 പശുക്കളെയും കൂടെ വാങ്ങി നമ്മളൊരു വലിയ ഫാം തുടങ്ങൂടി. നല്ല പാലുള്ള പശുക്കളെ മേടിക്കണം. ഓ, വെറും പശുവല്ല, 60 ലിറ്റർ കിടക്കുന്ന പശുവിനെ വാഗവണ്ണി ഞാൻ ജോസേനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലതേച്ചേ, ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണേ, നല്ല ചൂടുണ്ട്. ശരി സോമ. എത്രയായി? 120. ശരി. ദിനേശ, അങ്ങോട്ട് വെച്ചോ. അങ്ങോട്ട് കയറ്റി വെച്ചു. അതെ എന്താ ചേച്ചേ? സുധാര, ഞാനുണ്ട്. ഇതൂടെ. ദിനേശ, കഴിഞ്ഞ ആഴ്ചത്തെ പൈസ കൂടെ വേണേ. അതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. വിളിച്ചുണ്ടല്ലോ അല്ലേ? പിന്നെ കാലിത്തീറ്റ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എടുത്തോളാം. സോമേട്ടാ, ബാലുവേ ഇവിടെ ഉണ്ടട്ടാ. പക്ഷേ ക്രമേണ പുഴ വറ്റി, അകിട വറ്റി. അതോടെ ഞങ്ങളുടെ ജീവിതവും. വരണ്ടുണങ്ങിയ കൃഷിഭൂമികൾ, അകിട വറ്റി എല്ലും തോലുമായ പൈക്കൾ, അവയുടെ നീട്ടിയുള്ള കരച്ചിലുകൾ, അത് കാലിക്കളവിനെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. പതുക്കെ ഇങ്ങോട്ട് നടക്കണേ. ഇങ്ങോട്ട്. സാറില്ല കേട്ടോ മണിക്കുട്ട. മാറങ്ങോട്ട്. വേണ്ട, അടിക്കില്ലേ. നടക്കണം.
ഒരു കഷ്ണം കുമ്പളങ്ങ, 2 മുരിങ്ങാക്കോല്, ഒരു മുറി തേങ്ങ. അങ്ങോട്ടാ ഒരു മുറി തേങ്ങ. ഇത്ര മതിയോ? 52 രൂപ. കാശ് പിന്നെ തരാം. ആ മുരിങ്ങ ഇതാ. മുരിങ്ങക്ക് വേണം. ഇത് 1 ലിറ്റർ പോലും ഇല്ലല്ലോ. അതേ കിട്ടിയിട്ടുള്ളൂ. 2 പഴവും കൂടെ. ആ പഴമൊന്നും ഇവിടെ കടന്നരാനല്ല. ചേച്ചിക്ക് എന്നാ വേണ്ടേ? കടയിൽ പോയിട്ട് വരാം. 2 മുരിങ്ങയ്ക്ക, ആ മുരിങ്ങയ്ക്ക, അരമുറി തേങ്ങ. ജനുവേട്ടാ ആ തേങ്ങ. നാളെ കുറച്ച് പാൽ അധികം എടുക്കാനുണ്ടാവോ? എവിടെ നിന്ന് കിട്ടാനാ ദിനേശ? ഇക്കണക്കിന് പോയാൽ പശുവിനൊക്കെ വിൽക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആയ നമ്മുടെ സൊസൈറ്റി പൂട്ടും. ഇത് അവസാനത്തെ കറവയാ. നാളെ മുതൽ ഇതും ഉണ്ടാവില്ല. ഞാനും വിറ്റു. എന്തോ നാടോ നമ്മുടെ നാടിനെ പറ്റിയേ. കുഞ്ഞമ്പൂ കണിയാൻ പറയുന്നു ശാപമെന്ന്, ഏമാമാര് പറയുന്നു പ്രതിഭാസമെന്ന്. എന്തായാലും തുള വീണ പാത്രത്തിലെ വെള്ളം പോലെയായി നമ്മുടെയൊക്കെ ജീവിതം. എന്റെ അമ്മോ, ഒന്ന് വേഗം ഒഴിക്ക് സോമ. ആരാടും ധൃതി പിടിക്കാം. പെട്ടെന്നാട്ടെ. ഇതേ ഉള്ളു സോമ. ഇങ്ങോട്ട് പാടും. ഇതേ ഉള്ളു. എന്താ സോമ? സോമ കാശ് താഴെ തരാം. ഞാൻ പറഞ്ഞ പൈസക്കാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ഞങ്ങൾക്ക് പോറ്റിയിട്ട് ശീലമുള്ളൂ, വിറ്റിട്ട് ശീലയില്ല അശോക. ഈന്റെ കഴുത്തിലെ മാലയെല്ലാം ഒന്ന് കഴിച്ചേക്ക്. ഞാൻ നാളെ കൊണ്ടുപോകും. എന്റെ നന്ദിക്കുട്ടി ഏടത്തേക്കാ നിങ്ങൾ കൊണ്ടുപോവാ? അതെന്ത് ചോദിക്കല? ഈ ചുന്ദരി കുട്ടീന്റെ ചുന്ദരി പശുവിന വെട്ടി നുറുക്കി കഷ്ണാക്കിട്ട് നല്ല ചേലിൽ തൂക്കിയിടും. മോളും വന്ന് കാണാൻ. അപ്പൊ ഞാനെടുത്തി പറഞ്ഞ പോലെ നാളെ ഞാൻ വരാം. അമ്മ ഇതാണ് സാർ കാലിക്കടവിന്റെ ഇന്നത്തെ അവസ്ഥ. കന്നുകാലി വളർത്തിയും കൃഷി ചെയ്തും ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ആൾക്കാർ ഇന്ന് കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടുകയാണ് സാർ. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? കൊടുക്കാം. നമുക്ക് ഒരു ശുദ്ധജല പദ്ധതി ഉണ്ടാക്കി കൊടുക്കാം. ശുദ്ധജലം പൈപ്പ് വഴി എല്ലാ വീടുകളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പദ്ധതി. അത് മതി. നിങ്ങളുടെ കയ്യിൽ 10 കോടി രൂപ എടുക്കാൻ? അതല്ല സർ, ഈ കാലിക്കടവ് ഗ്രാമത്തിൽ നിന്ന് ചെറിയൊരു റോഡ് വെട്ടി അപ്പുറത്തെ ഗ്രാമവുമായി ബന്ധിപ്പിച്ചാൽ അവർക്ക് വാഹനങ്ങളിലെങ്കിലും വെള്ളം കൊണ്ടുവരാലോ.
ഞങ്ങൾ അവിടുത്തെ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. സർ, ഈ വരുന്ന NSS ക്യാമ്പ് ഗ്രാമത്തിലാക്കുവാണെങ്കിൽ നമുക്ക് അവർക്ക് റോഡ് വെട്ടിക്കൊടുക്കാൻ സാധിക്കില്ലേ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ക്യാമ്പിന് ഇൻചാർജ് ഞാനായിട്ട് എടുക്കാം. നിങ്ങൾ അത് പ്രിൻസിപ്പളോട് സംസാരിക്കും.